ഇപ്പൊ ജാൻ ഇങ്ങനെയായിരുന്നു, ഫെബ്രുവരി ഇങ്ങനെയായിരുന്നു, മാർച്ച് ആവാറായി. മാർച്ചില് ബുദ്ധനെ വരയ്ക്കാന്ന് വിചാരിക്കുന്നത്. ബേബി ബുദ്ധ മതി തോന്നുന്നു. അപ്പൊ അതിവിടെ വരയ്ക്കണം. അപ്പൊ വരച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ശരിയായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാനിത് ഇങ്ങനെ ഈ കളേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. ഇപ്പൊ ബാക്കി ചെയ്യാം. എന്നിട്ട് ഇവിടെ മാർച്ച് എന്നൊക്കെ എഴുതണം. പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ എഴുതണം. അങ്ങനെ പിങ്ക് വേണം താമരയ്ക്ക് കൊടുക്കാൻ. പിന്നെ ഈ കളർ വേണം. അതിൽ പിന്നെ മഞ്ഞ കൊടുത്തേക്കുന്ന നമുക്ക് ബ്രൗൺ കൊടുക്കാം. ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങണം? ഫേസ് ചെയ്ത് തുടങ്ങാം. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ 200 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ഗീവ് അവേ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് മുമ്പത്തെ വീഡിയോയിൽ കിടപ്പുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിന്റെ ലിങ്ക്. അപ്പൊ എല്ലാവരും ആ വീഡിയോ കയറി കണ്ടിട്ട് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. തൽക്കാലം ഒരു വിന്നറിനെയാണ് വെച്ചേക്കുന്നത്. പക്ഷെ വൈകാതെ ഞാനത് 2 വിന്നർ ആക്കും. സോ അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതൊന്ന് ചെക്ക് ചെയ്യണം. വേറെ പാട്ടുകളെന്താ? വേറെ പാട്ടുകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇവിടെ എന്തായാലും കൂടെ പഠിക്കാല്ലേ. താമരച്ചയുടെ കൂടെ പാട്ടുകൾ നമുക്കിപ്പോ തോന്നുന്നത് എന്തൊരു വൃത്തിയില്ലാണ്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾ അവസാനം നോക്കും ഇത് ഭയങ്കര അടിപൊളിയായിരിക്കും. എന്തായാലും ബോറാണെന്ന് മനസ്സിലായി. ഞാൻ അവസാനത്തെ മിൽക്ക് പോലെ സംഭവം സെറ്റാക്കും. അടിച്ചേരാട്ടോ നോക്കിക്കോ. ഇവിടെ നമുക്ക് ഇങ്ങനെ അടിക്കാം. കാരണം താമര ഇത് വരും. ഇടേന്ന് വന്നു നമുക്ക് താമര എന്ന് നടക്കും. വീഡിയോ റെക്കോർഡിംഗ് അല്ലേ? ആ അതെ അതെ. ഇതൊക്കെ 2x വരാം. 2x 4x വെക്കണം. ബോറടിപ്പിക്കില്ല. കളർ തുടങ്ങുന്നില്ല. തോന്നുന്നുണ്ടോ തീരാത്ത ഭയങ്കര മടിയാണ്. ഇത് പേടിക്കണ്ട. ഇനി ഞാൻ ഇവിടെ എഴുതും, ഇവിടെ എഴുതും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ കാണിച്ചു. എന്നിട്ട് നിങ്ങൾ പറയാൻ എങ്ങനെയുണ്ടെന്ന്. ഇപ്പൊ ഏകദേശം കൊളഞ്ചോളായിട്ടാണ് ഇരിക്കണമെന്നൊക്കെ അറിയാം. പക്ഷെ നോക്കിക്കോ, ഞാൻ പറഞ്ഞാലോ ലാസ്റ്റ് ആവുമ്പോൾ ഇത് നന്നാവില്ലേ എന്ന് നോക്കിക്കോ. അതിൻ്റെ റൂമിലൊരു ബുദ്ധിയുണ്ട്. നല്ല ബുദ്ധിയല്ലേ? കണ്ടേ ചെറുതായിട്ട് പൊടിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമില്ല കാണാൻ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. പൊട്ടൊക്കെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, ലിങ്ക് കിട്ടുമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും.
അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ മാർച്ച്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവസാനമായപ്പോൾ ഭംഗിയുണ്ടോ, അല്ലെങ്കിൽ അവസാനമായപ്പോൾ ഒന്നും കൂടെ ബോറായോ, സംഭവം എങ്ങനെയുണ്ട്? അപ്പോൾ ഈ മന്ത് എന്താ പറയുന്നത്, പീസാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഇതെന്താവും എന്നുള്ളത് ഞാൻ ഏപ്രിലിൽ ജേർണൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.